റൂട്ടീൻ പാനൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെനീസിലേക്കാണ് പോയത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബാഗെല്ലാം കളക്ട് ചെയ്ത് നേരെ ഇറങ്ങിയപ്പോൾ തന്നെ വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ വിശന്നപ്പോൾ തന്നെ ഞാൻ മേടിച്ചത് ഒരു ക്യാപ്പുച്ചീനോ പിന്നെ ഒരു ക്രോസൻറ്റും ആയിരുന്നു. അത് മേടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ടാക്സി പിക്കപ്പ് അവിടെ വന്ന് കിടപ്പുണ്ട്. നേരെ ഞങ്ങൾ ഓഫീസിലേക്ക് ചെന്നു. ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ നേരെ പാനലിൻ്റെ നമ്മുടെ ഭാഗത്തേക്ക് നീങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പാനലിൻ്റെ അടുത്തെത്തി. നമ്മുടെ മെയിൻ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലിൻ്റെ നെറ്റ് ബോൾട്ട് തുടങ്ങി അവസാനത്തെ എല്ലാ ഡിവൈസിൻ്റെ പ്രോഗ്രാമിംഗ് വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഫൈനലായിട്ടുള്ള ഈ എടുക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്യണം വർക്കിംഗ് എല്ലാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓരോ പണികളങ്ങനെ തുടങ്ങി, ഓരോന്ന് ചെക്ക് ചെയ്യലൊക്കെ തുടങ്ങി. അപ്പോൾ വലിയ പാനലാണ്, അപ്പോൾ ചെക്ക് ചെയ്യാനൊക്കെ ഈ സാധനമാണ് ഡിവൈസാണ് എനിക്ക് പണി തന്നത്. അപ്പോൾ ഇതിൻ്റെ വയറിങ് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്തു. അവസാനം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ VFDയുടെ പ്രോഗ്രാമിംഗ് എല്ലാം കഴിഞ്ഞു, വയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവസാനത്തെ നമ്മുടെ ഈ ഡിവൈസും കൂടി പ്രോഗ്രാം ചെയ്യണം. പിന്നെ ഓണും ഓഫും എല്ലാം ആക്കി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആയിരുന്നു, സ്റ്റാറ്റസ് എല്ലാം ഓക്കെ ആയിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്ത് നമ്മൾ നേരെ പുറത്തിറങ്ങി. പിന്നെ നേരെ പോയത് ഇറങ്ങിയപ്പോൾ തന്നെ വിശന്നു. ഇപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ചിക്ക് ലിസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സ്റ്റീക്കും തലിയാത്ത അതൊക്കെ കഴിച്ചു. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ നേരത്തെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നേരെ പുള്ളിയുടെ വണ്ടിയിലും കയറി നേരെ നമ്മുടെ ട്രെവീസ് എയർപോർട്ടിലേക്ക് നേരെ വിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂറിന് ശേഷം അവിടെ എത്തി. ഇപ്പോൾ പുള്ളി ഇവിടെ പുറത്ത് സിഗരറ്റ് വലിച്ച് വെക്കുമായിരുന്നു. കാരണം ഒരു നേരെ ഞങ്ങൾ അപ്പോൾ ഫ്ലൈറ്റ് ടൈമൊക്കെ നോക്കി ഏകദേശം 1:30-2 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ നേരെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്കുള്ള പരിപാടിയായിരുന്നു. ഫ്ലൈറ്റ് ഇപ്പോൾ തന്നെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലും ഫ്ലൈറ്റൊക്കെ കയറി കഴിഞ്ഞ് ഞങ്ങൾ വേഗം മാൾട്ടയിലും എത്തി. അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലുള്ളൂ. മുകളിൽ നിന്നുള്ള ആ മാൾട്ടയുടെ വ്യൂ ആണ്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ആ വ്യൂവും കൂടി എടുത്തത് ക്ലിയർ സ്കൈ ആയിരുന്നു, താഴെയുള്ള എല്ലാം കാണാം ക്ലിയറായിട്ട്. അപ്പോൾ അങ്ങനെ റൂട്ടീൻ ടെസ്റ്റും കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് മാൾട്ടയിലേക്ക്